ഇത് നമുക്ക് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 7 നോക്കാം. പാർട്ട് 6 നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. 2025 ജനുവരിയിൽ 200ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അതിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലെ കലവൂരാണ്. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനമാണ് കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നാണ് കിഫ്ബിയുടെ പൂർണ്ണരൂപം. രജത ജൂബിലി എന്ന് പറഞ്ഞാൽ 25ാമത്തെ വാർഷികമാണ്. സുവർണ ജൂബിലി 50ാമത്തെ വാർഷികം. അപ്പോൾ സുവർണ ജൂബിലി ആഘോഷിച്ചത് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡും രജത ജൂബിലി ആഘോഷിച്ച സ്ഥാപനം കിഫ്ബി. കിഫ്ബിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല തൃശ്ശൂരാണ്. അതിൻ്റെ വേദി തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ടിൽ നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ ഇന്നത്തെ പാട്ടിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുന്നൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. അപ്പോൾ ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി എന്ന് പറയുന്നത് കാട്ടുകാശിത്തുമ്പയാണ്. അതെവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ നിന്ന്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുന്നൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേരാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. അപ്പോൾ ഇക്സോറ ഗാഡ്ഗിലിയാന ഒരു സസ്യ ഇനമാണ്. അത് കണ്ടെത്തിയത് ഇടുക്കിയിൽ നിന്നാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇക്സോറ ഗാഡ്ഗിലിയാന എന്ന പേര് നൽകിയിട്ടുള്ളത്. കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. അപ്പോൾ കൂടെയുണ്ട് കരുത്തേകാൻ എന്നുള്ളത് കൗമാര വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതിയാണ്. അത് നടപ്പാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും പിന്നെ വിവിധ സർക്കാർ ഏജൻസികളും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂടെയുണ്ട് കരുത്തേകാൻ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പഠിപ്പുറുസി. പുതുവൻ ഭാഷയിൽ പഠിപ്പിൻ്റെ രുചി എന്നാണ് പഠിപ്പുറുസിയുടെ അർത്ഥം. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പുറുസി. സംസ്ഥാനത്ത് പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഫോക്കസ് ബ്ലോക്ക്. അപ്പോൾ ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫോക്കസ് ബ്ലോക്ക്. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫോക്കസ് ബ്ലോക്ക്. US-ലെ മിസോറി സിറ്റി മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് റോബിൻ ഇലക്കാട്ട്. US-ലെ മിസോറി സിറ്റി മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് റോബിൻ ഇലക്കാട്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ കുട്ടികൾക്കായുള്ള ഇൻ്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ കുട്ടികൾക്കായുള്ള ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിലാണ്. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് സുഭദ്രം ഭവന പദ്ധതി. അപ്പോൾ സുഭദ്രം ഭവന പദ്ധതി ആവിഷ്കരിച്ചത് സാമൂഹിക നീതി വകുപ്പാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് സുഭദ്രം ഭവന പദ്ധതി.
പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ പദ്ധതി ഐശ്വര്യ ഗ്രാമം. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാർ പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം. സംസ്ഥാനത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പൂവാറിലാണ്. സംസ്ഥാനത്ത് DRDO സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പൂവാർ. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിൻ്റെ പദ്ധതി സർപ്പപാഠം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് സർപ്പപാഠം. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ A. ബിജുകുമാർ. കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ A. ബിജുകുമാർ. CPIMൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത് MA ബേബി. CPIMൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത് MA ബേബി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറിയാണ് K. ജയകുമാർ. കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് റവാഡ ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഡോക്ടർ A. ജയതിലക്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A. ജയതിലക്. മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് P. മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റാണ് P. മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. കേരള സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം. കുടിയേറ്റത്തിൻ്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇപ്പോൾ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. കുടിയേറ്റത്തിൻ്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി കേരള സവാരി. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതിയാണ് കേരള സവാരി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. രാജ്യത്താദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്താദ്യമായി റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതും കേരളത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിൽ.
വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് അടുത്തിടെ തുടക്കമിട്ടത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് അടുത്തിടെ തുടക്കമിട്ടത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത.